നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്റ് എങ്ങനെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഈസ്റ്റ് വെച്ച് തന്നെ അപ്പത്തിൻ്റെ മാവ് പുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന മാവ് നന്നായി പൊങ്ങി വരുന്നതൊക്കെ ഈ വീഡിയോനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസ്റ്റിൻ്റെ റെസിപ്പി നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടിപ്പ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈസ്റ്റ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണിനടുത്ത് തേൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം അല്ലാതെ നമുക്ക് കിട്ടാറുണ്ടല്ലോ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ടേക്ക് തേൻ ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ച് ഇളം ചൂട് വെള്ളത്തിലോട്ടേക്ക് വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4.5 ടേബിൾ സ്പൂൺ അടുത്ത് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അടുത്ത് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയില്ല തൈരോ പുളിയില്ലാത്ത തൈരോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണുള്ളത് അത് ഉപയോഗിക്കാം. അപ്പോൾ തൈര് ഉപയോഗിക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ഡയറക്റ്റ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേനും വെള്ളവും കൂടിയുള്ള ആ ഒരു മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ സാധാരണ ദോശക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു പാകം ഉണ്ടാവുമല്ലോ, ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കണ്ടില്ലേ, ഒരു ഇത്തിരി പാകം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വെള്ളം നിങ്ങൾ കുറച്ചായി ഒഴിച്ചിട്ട് നിങ്ങൾ പാകം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാകമാകുമ്പോൾ അത്യാവശ്യത്തിന് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 20 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്ലൈമറ്റിനനുസരിച്ചിരിക്കും. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 20-24 മണിക്കൂറൊക്കെ എടുക്കും. നല്ല ചൂടുള്ളൊക്കെ സ്ഥലമാണെങ്കിൽ ഒരു 18 മണിക്കൂറിനുള്ളൊക്കെ ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്ര ടൈം എടുത്തിട്ടുള്ളതെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈസ്റ്റ് റെഡിയാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മണിക്കൂർ തന്നെ എടുത്തിട്ടുണ്ട് ഇത് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയായി എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ബൗളൊന്ന് ചെരിച്ച് നോക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ചെറിയ കുമിളകൾ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ക്യാമറയിൽ ഇത് അത്ര ഫോക്കസ്ഡ് ആവുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും റെഡിയാക്കി കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും. ചെറിയ തരികൾ പോലെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ദോശക്കൂട്ടിനകത്തോ അപ്പത്തിൻ്റെ കൂട്ടിനകത്തോ അതല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടും. മാവാണെങ്കിൽ നല്ലതുപോലെ പൊങ്ങി കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പിന്നെയെന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ മാവാക്കിയിട്ടാണ് റെഡിയാക്കി വെക്കുന്നതെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഏകദേശം ഒരാഴ്ച വരെ നിങ്ങൾക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ കഴിയും. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ ഉപയോഗിക്കരുത്, അതങ്ങ് കളയുക എക്സ്ട്രാ ഉണ്ടെങ്കിൽ തന്നെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കണം എന്നാണെങ്കിൽ അതിനുള്ള മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുക്കുക, അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഇത് ഉണക്കിയെടുക്കണം. ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതാണെങ്കിൽ 1-2 ദിവസം വെക്കുമ്പോഴത്തേക്ക് കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ബാക്കിയുള്ളത് ഉണക്കാൻ വെച്ചതിന് ശേഷം ഒരു ഇത്തിരി ഈസ്റ്റ് മാവായിട്ടുള്ളത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ എടുത്താൽ മതി. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂട്ടൊന്ന് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ഇത് ശരിക്കും ഈസ്റ്റൊക്കെ നല്ല വർക്ക് ചെയ്ത് നല്ല ഫെർമെൻ്റ് ആയി കിട്ടും. നമുക്ക് ഒരു 4-5 മണിക്കൂറിന് ശേഷം ഇത് പൊങ്ങിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഉണക്കാൻ വെച്ചത് നല്ലതുപോലെ കണ്ടില്ലേ, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ശരിക്കും നമ്മൾ കവറിനകത്താണെങ്കിൽ പ്ലേറ്റിനകത്തൊക്കെ ഇതുപോലെ വരും. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് നിന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈസ്റ്റ് വെച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനൊരു കുറച്ച് മൈദ മാത്രം എടുത്തിട്ടാണ് കാണിക്കുന്നത്. ഒരു 1/4 കപ്പിനടുത്ത് മൈദ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ഇത്തിരി ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീണ്ടും ഇനി ഇതിനകത്ത് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതൊന്ന് അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒത്തിരി നേരം ഇത് ഫെർമെൻ്റ് ആകാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉരുള മാത്രമായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം ഒരു 3-4 മണിക്കൂർ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുള്ള മാവ് കുഴച്ചതാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിനുള്ള കൂട്ട് അരച്ച് വെച്ചിട്ടുള്ളതും രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നാനിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചത് കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. വളരെ ചെറിയൊരു റോളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. കണ്ടില്ലേ, നല്ല കറക്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് അരച്ച് വെച്ചത് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ടാകും. ശരിക്കും നല്ല പതഞ്ഞ് നമ്മൾ എങ്ങനെയാണ് പുറത്തുനിന്ന് ഈസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ശരിക്കും നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ നിങ്ങൾക്ക് ശരിക്കും എത്ര എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഈ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ പൗഡറായിട്ട് കാണിച്ചത് ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. 6 മാസത്തോളം നമുക്ക് ഒരു കേടും വരാതെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.